ഹായ്, വെൽക്കം ടു ബൾബ് ആൻഡ് ബീക്കർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് SSLC കെമിസ്ട്രിയിലെ ഹാഫ് ഇയർലി എക്സാം നാളെ നമുക്ക് ഹാഫ് ഇയർലി എക്സാം സെക്കൻഡ് ടെർമിനൽ ഇവാലുവേഷൻ ആണ്. സോ അതിലെ പ്രീവിയസ്, അതായത് കഴിഞ്ഞ വർഷത്തെ ഹാഫ് ഇയർലി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ക്വാർട്ടർലി എക്സാമിന് മുമ്പ് അതിൻ്റെ തലേന്ന് നമ്മൾ ക്വാർട്ടർലി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത പോലെ ഹാഫ് ഇയർലിക്ക് അതിൻ്റെ തൊട്ടടുത്ത തലേന്ന് ജസ്റ്റ് നിങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഫൈനൽ റിവിഷനായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെ ആൻസർ എഴുതണം ആ രീതിയിലുള്ള കാര്യങ്ങളും കൂടി നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തെ 2022-23 ഹാഫ് ഇയർലി എക്സാമിൽ ഉണ്ടായിരുന്ന 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആ 20 ക്വസ്റ്റ്യനിൽ നമുക്ക് ഹാഫ് ഇയർലിൻ്റെ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ചാപ്റ്ററിന് റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി, ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും എന്നുള്ള ചാപ്റ്ററിന് ഗാൽവാനിക് സെല്ല് മുതൽ 4th ചാപ്റ്റർ, 5th ചാപ്റ്റർ ആൻഡ് 6th ചാപ്റ്റർ അപ് ടു ഐസോമറിസം, അലിസൈക്ലിക് അരോമാറ്റിക് കോമ്പൗണ്ട് വരെയുള്ള ഐസോമറിസം വരെയുള്ള ടോപ്പിക്കാണ് നമുക്ക് ഹാഫ് ഇയർലി പോർഷൻ ആയിട്ടുള്ളത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ 1 by 1 ആയിട്ട് നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷനിലൊക്കെ ചെയ്ത പോലെ തന്നെ ക്വസ്റ്റ്യൻ ഞാൻ സ്ക്രീനിൽ കാണിക്കും, അതിൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യും. ദെൻ അവിടുന്ന് വരാൻ സാധ്യതയുള്ള വേറെ ക്വസ്റ്റ്യൻസ് നമ്മൾ പറയും. ഫൈൻ. യെസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ഓർ ഓഫ് വിച്ച് മെറ്റൽ ഈസ് കലാമിൻ? കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? ഒബ്വിയസ്ലി നമുക്കറിയാം, 4ാമത്തെ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സിങ്കിന്റെ അയിരാണ് കലാമിൻ. അപ്പോൾ അവിടെ നമ്മൾ പേജ് നമ്പർ 63 ടേബിൾ 4.1 ചില മെറ്റൽസിന്റെ പേരും അതിന്റെ ഓറിന്റെ പേരും മോളിക്കുലാർ ഫോർമുലയും കൊടുത്തിട്ടുണ്ട്. നിർബന്ധമായിട്ടും ആ ടേബിൾ കാണാതെ പഠിച്ചിരിക്കണം. അപ്പോൾ ഏതൊക്കെയാ മെറ്റൽ അവിടെ പറഞ്ഞത്? ഒന്ന് അലൂമിനിയം, അലൂമിനിയത്തിന്റെ ഓർ ഏതാ? ബോക്സൈറ്റ്. ദെൻ അയൺ, അയണിന്റെ ഓർ ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ദെൻ സിങ്ക്, സിങ്കിന്റെ ഓർ സിങ്ക് ബ്ലെൻഡും കലാമിനും. ദെൻ കോപ്പർ, കോപ്പറിന്റെ ഓർ കോപ്പർ പൈറൈഡ്സും കുപ്രൈറ്റും. അപ്പോൾ മെറ്റലിന്റെ പേരും പറഞ്ഞു, അതേപോലെ നമ്മൾ അതിന്റെ ഓറിന്റെ പേരും പറഞ്ഞു. അതിൽ ഇവിടെ ചോദിച്ചത് ദ ഓർ ഓഫ് വിച്ച് മെറ്റൽ ഈസ് കലാമിൻ? കലാമിൻ ഏത് മെറ്റലിന്റെ ഓറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിങ്കിന്റെ ഓറാണ് ആര്? കലാമിൻ എന്ന് പറയുന്നത്. ഫൈൻ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് അയോൺ ഈസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് കാഥോഡ്? കാഥോഡിലേക്ക്, ചുവടെ നൽകിയിരിക്കുന്ന അയോണിൽ കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഏത്? ക്ലോറൈഡ് അയോൺ, ഓക്സൈഡ് അയോൺ, ഫ്ലൂറൈഡ് അയോൺ, സോഡിയം അയോൺ. ഇതിൽ കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഏതാ? നമുക്കറിയാം കാഥോഡിന്റെ ചാർജ് എന്താ? നെഗറ്റീവ്. ആനോഡിന്റെ ചാർജ് പോസിറ്റീവ്. അപ്പൊ നെഗറ്റീവിലേക്ക് എപ്പോഴും ഏത് അയോൺ ആകർഷിക്കപ്പെടുക, അട്രാക്ട് ചെയ്യുക? പോസിറ്റീവ് അയോൺ. പോസിറ്റീവിലേക്കും നെഗറ്റീവ് അയോൺ. ഇവിടെ ഉള്ള നോക്ക്, ക്ലോറൈഡ് അയോൺ എന്ന് പറഞ്ഞാൽ Cl മൈനസ് ആണ്, അത് നെഗറ്റീവ് അയോണാണ്. ദെൻ ഓക്സൈഡ് അയോൺ എന്ന് പറഞ്ഞാൽ O2 മൈനസ് ആണ്, നെഗറ്റീവ് അയോണാണ്. ദെൻ ഫ്ലൂറൈഡ് അയോൺ എന്ന് പറഞ്ഞാൽ F മൈനസ്, നെഗറ്റീവ് അയോണാണ്. ദെൻ സോഡിയം അയോൺ എന്ന് പറഞ്ഞാൽ Na പ്ലസ് അയോണാണ്. അപ്പോൾ ഇതിൽ ഏത് അയോണാണ് കാഥോഡിലേക്ക് അട്രാക്ട് ചെയ്യുക? പോസിറ്റീവ് അയോൺ. ഇതിൽ പോസിറ്റീവ് ഏതാ? Na പ്ലസ്. സോ ദ ആൻസർ വിൽ ബി Na പ്ലസ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3. In which of the following reversible reaction the change in pressure does not influence equilibrium? N2 plus 3H2 gives 2NH3, N2 plus O2 gives 2NO, 2NO plus O2 gives 2NO2. താഴെ കൊടുത്തിരിക്കുന്ന ഉഭയദിശ രാസപ്രവർത്തനങ്ങളിൽ ഏതിലാണ് മർദ്ദത്തിലുണ്ടാകുന്ന മാറ്റം സന്തുലനാവസ്ഥയെ സ്വാധീനിക്കാത്തത്? നോക്ക്, 3 റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഒന്ന് N2 plus 3H2 gives 2NH3 അല്ലേ? ദെൻ അടുത്തത് ഏതാ? N2 plus O2 gives 2NO. Then മൂന്നാമത്തെ ഏതാ? 2NO plus O2 gives 2NO2 അല്ലേ? 3 റിയാക്ഷൻ തന്നു. ഇതിൽ ഏതിലാണ് പ്രഷറിന്റെ ഇൻഫ്ലുവൻസ്, മർദ്ദത്തിന്റെ സ്വാധീനം ഇല്ലാത്തതെന്നാണ് ചോദിച്ചത്. പ്രഷറിന്റെ ഇൻഫ്ലുവൻസ് ഇല്ലാതാവണമെങ്കിൽ അതിന് എന്ത് വേണം? അതിലെ റിയാക്ടന്റിന്റെ സൈഡിലും പ്രൊഡക്റ്റിന്റെ സൈഡിലും അഭികാരകത്തിന്റെ സൈഡിലും ഉൽപ്പന്നത്തിന്റെ സൈഡിലും എന്തായിരിക്കണം? നമ്പർ ഓഫ് മോൾസ്, മോളുകളുടെ എണ്ണം എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഇതിൽ ഏതിലാണ് രണ്ട് സൈഡിലും നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ഉള്ളത് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ദ ആൻസർ. ഇത് എത്ര മോൾ? അതിന്റെ സൈഡിലുള്ള സംഖ്യയാണ് നമ്പർ ഓഫ് മോൾസ്. 1 plus 3 4 അല്ലേ? ഗീവ്സ് പുറത്തെ സൈഡിൽ എത്ര വരിക? 2. ഇതിലോ 1 plus 1 2 ഗീവ്സ് പുറത്തെ സൈഡിൽ 2. ഇതിലോ 2 plus 1 3 ഗീവ്സ് 2. ഇതിൽ ഏതിലാ രണ്ട് സൈഡിലും നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആയത്? രണ്ടാമത്തെ റിയാക്ഷനിലല്ലേ? രണ്ട് സൈഡിലും നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ ദ റിയാക്ഷൻ ഈസ് അറ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നോ റോൾ ഫോർ പ്രഷർ, പ്രഷറിന് അവിടെ എന്തുണ്ടാവില്ല? റോൾ ഉണ്ടാവില്ല. സോ ഹിയർ ദ ആൻസർ വിൽ ബി ദി സെക്കൻഡ് റിയാക്ഷൻ, N2 plus O2 gives 2NO. അത് നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 3ാമത്തെ ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്റർ, 5ാമത്തെ ചാപ്റ്റർ, 6ാമത്തെ ചാപ്റ്റർ ഇതിൻ്റെയൊക്കെ ക്രാഷ് റിവിഷൻ
ഹാഫ് ആൻ അവറിൻ്റെ റിവിഷൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് അത് വാച്ച് ചെയ്തതിന് ശേഷം കാണുവാണെങ്കിൽ ഒന്നുകൂടി കംഫർട്ടായിരിക്കും. ഇതൊക്കെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. യെസ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4. The metal which is refined by distillation is dash. ഓക്കെ, സ്വേദനം വഴി ശുദ്ധീകരിക്കുന്ന ഒരു ലോഹമാണ് ഡാഷ്. SN, Cu, Hg, Pb. ഏതാ? നമുക്കറിയാം റിഫൈനിങ്ങിന് 3 മെത്തേഡ് ഉണ്ട്. ലിക്വേഷൻ, ഡിസ്റ്റിലേഷൻ ആൻഡ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. അതായത് ഉരുക്കി വേർതിരിക്കൽ, സ്വേദനം, വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. അതിൽ ഏത് മെത്തേഡാണ് ഇതിൽ ഉപയോഗിക്കുക എന്നുള്ളത്. അതായത് ഡിസ്റ്റിലേഷൻ വഴി ശുദ്ധീകരിക്കുന്ന മെറ്റൽ ഏതാണെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം ലിക്വേഷൻ എന്ന് പറഞ്ഞാൽ ഉരുക്കി വേർതിരിക്കൽ, ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റലിനെയാണ് ലിക്വേഷൻ ചെയ്യുക. ദ്രവണാംഗം കുറഞ്ഞ മെറ്റൽ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് വിച്ച് ടൈപ്പ് ഓഫ് മെറ്റൽ ഈസ് റിഫൈൻഡ് ബൈ ലിക്വേഷൻ. ഏത് തരത്തിലുള്ള മെറ്റലാണ് ഈ ലിക്വേഷൻ വഴി ശുദ്ധീകരിക്കുന്നത്? ലോ മെൽറ്റിംഗ് പോയിന്റ്. അതിന് എക്സാമ്പിൾ ടിന്നും ലെഡും. ദെൻ ഡിസ്റ്റിലേഷൻ ചെയ്യലോ ലോ ബോയിലിംഗ് പോയിന്റ്, അതായത് തിളനില കുറഞ്ഞ ലോഹം. ലിക്വേഷൻ ലോ മെൽറ്റിംഗ് പോയിന്റ്, ദ്രവണാംഗം കുറഞ്ഞ ലോഹം. ഡിസ്റ്റിലേഷൻ ലോ ബോയിലിംഗ് പോയിന്റ് മെറ്റൽ, അതായത് തിളനില കുറഞ്ഞ ലോഹം. അതിന് എക്സാമ്പിൾ ആണ് സിങ്ക്, കാഡ്മിയം, മെർക്കുറി. ഓക്കെ. ദെൻ വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം, ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. അതിന് എക്സാമ്പിൾ ആണ് കോപ്പർ. ഇവിടെ ഏതാ ചോദിച്ചത്? ഡിസ്റ്റിലേഷൻ വഴി റിഫൈൻ ചെയ്യുന്നത്, സ്വേദനം വഴി റിഫൈൻ ചെയ്യുന്നത്. SN എന്ന് പറഞ്ഞാൽ ലിക്വേഷൻ ആണ്. ടിൻ എന്ന് പറഞ്ഞാൽ ഉരുക്കി വേർതിരിക്കലാണ്. Cu കോപ്പർ എന്ന് പറഞ്ഞാൽ വൈദ്യുത വിശ്ലേഷണം, ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് ആണ്. Hg മെർക്കുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റിലേഷൻ, സ്വേദനമാണ്. Pb ലെഡ് എന്ന് പറഞ്ഞാൽ ലിക്വേഷൻ. അപ്പോൾ ഇവിടെ ഏത് ആൻസർ വരിക? Hg മെർക്കുറിയാണ് ലിക്വേഷൻ വഴി റിഫൈൻ ചെയ്യുന്നത്. ദെൻ 5th ക്വസ്റ്റ്യൻ. റൈറ്റ് ഡൗൺ ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ബെൻസീൻ. ബെൻസീനിന്റെ തന്മാത്രവാക്യം എഴുതുക. എന്താ ബെൻസീന്റെ മോളിക്കുലാർ ഫോർമുല? C6H6. ബെൻസീന്റെ മോളിക്കുലാർ ഫോർമുല C6H6 എന്നുള്ള മോളിക്കുലാർ ഫോർമുലയുള്ള ഹൈഡ്രോ കാർബൺ ആണ് ബെൻസീൻ. ഇനിയിപ്പോൾ അഥവാ അതിന്റെ സ്ട്രക്ചർ ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ഒരു ഹെക്സഗണിന്റെ 6 കോർണറിൽ 6 കാർബൺ ആറ്റം വരയ്ക്കാം. ബെൻസീന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ, ഇതിലിപ്പോൾ അവർക്ക് ചോദിച്ചിട്ടില്ല, പറഞ്ഞാൽ ഒരു ഹെക്സഗണിന്റെ 6 കോർണറിൽ 6 കാർബൺ ആറ്റം, ഒന്നിട വിട്ട കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ട്, ഓരോ കാർബണിന്റെ കൂടിയും ഓരോ ഹൈഡ്രജൻ കൊടുക്കുക എങ്കിൽ ഈ സ്ട്രക്ചറിന് നമ്മൾ പറയുന്ന പേരാണ് ബെൻസീൻ. ആ ബെൻസീന്റെ മോളിക്കുലാർ ഫോർമുല എന്താ പറയുക? C6H6. അപ്പൊ ഇവിടെ അവരെന്താ ചോദിച്ചത്? മോളിക്കുലാർ ഫോർമുല ഓഫ് ബെൻസീൻ എന്നാണ് ചോദിച്ചത്. അപ്പൊ ബെൻസീന്റെ മോളിക്കുലാർ ഫോർമുല എന്താ പറയുക? C6H6. അപ്പൊ ശ്രദ്ധിച്ചേ, 5 ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. ആ 5 ക്വസ്റ്റ്യന് 4 എണ്ണമാണ്. ടോട്ടൽ 20 ക്വസ്റ്റ്യൻ. 1 മാർക്കിന്റെ 5 എണ്ണം, 2 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻ, 3 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻ, 4 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻ. ഓരോന്നിലും ഓരോ പാർട്ടിലും ഓരോ ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റ്യൻ ആണ്. 5 എണ്ണത്തിൽ 4 എണ്ണം എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ 5ന്റെ ആൻസറും പറഞ്ഞു. ഇനി 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്പർ 6. അതായത് ടു എക്സ്ട്രാക്ട് അലൂമിനിയം ഫ്രം അലൂമിന ഈസ് മിക്സഡ് വിത്ത് ക്രയോലൈറ്റ് ആൻഡ് സബ്ജക്റ്റഡ് ടു ഇലക്ട്രോളിസിസ്. അലൂമിനയിലേക്ക് ക്രയോലൈറ്റ് ചേർത്ത് വൈദ്യുത വിശ്ലേഷണം ചെയ്താണ് അലൂമിനിയം നിർമ്മിക്കുന്നത്. അലൂമിനയിൽ ക്രയോലൈറ്റ് ചേർക്കുന്നത് എന്തിന്? അലൂമിനയിൽ അടങ്ങിയിരിക്കുന്ന പോസിറ്റീവ് അയോൺ ഏത്? വൈ ക്രയോലൈറ്റ് ഈസ് ആഡഡ് ടു അലൂമിന, വിച്ച് ഈസ് ദ പോസിറ്റീവ് അയോൺ പ്രസന്റ് ഇൻ അലൂമിന. ഓക്കെ, അതൊന്ന് നോക്കാം. സോ അതിന്റെ ആൻസർ എന്താ വരിക? അലൂമിനയിലേക്ക് ക്രയോലൈറ്റ് ചേർക്കുന്നത് എന്തിന്? വൈ ക്രയോലൈറ്റ് ഈസ് ആഡഡ് ടു അലൂമിന. അതായത് ആൻസർ ഇത്രയേ ഉള്ളൂ. ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലൂമിന ഈസ് വെരി ഹൈ. അലൂമിനിന്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്രയോലൈറ്റ് ചേർക്കുന്നത്. ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലൂമിന ഈസ് വെരി ഹൈ. ഇൻ ഓർഡർ ടു റെഡ്യൂസ് ഇറ്റ് വി വിൽ ആഡ് ക്രയോലൈറ്റ്. അലൂമിനയുടെ ദ്രവണാംഗം വളരെ കൂടുതലാണ്. അത് കുറയ്ക്കുന്നതിനായി ക്രയോലൈറ്റ് ചേർക്കുന്നു. ഇനി ബി ക്വസ്റ്റ്യൻ. അലൂമിനയിൽ അടങ്ങിയിരിക്കുന്ന പോസിറ്റീവ് അയോൺ ഏത്? നമുക്ക് അലൂമിന എന്ന് പറഞ്ഞാൽ Al2O3 എന്നാണ്. അതിനെ ഇലക്ട്രോളിസ് ചെയ്യുമ്പോൾ കിട്ടുന്ന 2 അയോൺ, ഒരു പോസിറ്റീവ് അയണും ഒരു നെഗറ്റീവ് അയണും. ആദ്യത്തെ ആള് പോസിറ്റീവും രണ്ടാമത്തെ ആള് നെഗറ്റീവും. ആദ്യത്തെ ആൾ എത്ര പോസിറ്റീവാന്ന് വെച്ചാൽ രണ്ടാമത്തെ ആളുടെ താഴെയുള്ള സംഖ്യ. Al 3 പോസിറ്റീവാ, Al 3+. പ്ലസ് ഓക്സിജൻ എത്ര നെഗറ്റീവാന്ന് വെച്ചാൽ Alന്റെ താഴെയുള്ള സംഖ്യ O2-. അപ്പൊ ഇതിലുള്ള പോസിറ്റീവ് അയോൺ ഏതാ? Al3+. സോ ദ ആൻസർ വിൽ ബി Al3+. യെസ്, ഫൈൻ. അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 7. ഒരു റിയാക്ഷൻ അവർ തന്നിട്ടുണ്ട്. C12H22O11 gives concentrated H2SO for 12C plus 11H2O. Which is the black substance formed during this reaction? ഇവിടെ ഈ രാസപ്രവർത്തന ഫലമായി ഉണ്ടാവുന്ന കറുത്ത പദാർത്ഥം ഏത്? ഈ രാസപ്രവർത്തനത്തിൽ ഗാഢ സൾഫ്യൂരിക് ആസിഡിന്റെ ഏത് ഗുണമാണ് പ്രകടമാകുന്നത്? Which property of concentrated H2SO for sulfuric acid is shown here? അതായത് നോക്ക്, ഷുഗറിലേക്ക് C12H22O11 എന്ന് പറഞ്ഞാൽ ഷുഗറിലേക്ക് കോൺസെൻട്രേറ്റഡ് H2SO4 ചേർക്കാണ്. അപ്പോൾ എന്താ കിട്ടുക? 12C plus 11H2O. വിച്ച് ഈസ് ദ ബ്ലാക്ക് സബ്സ്റ്റൻസ്. അതിലുള്ള കറുത്ത പദാർത്ഥം ഏതാ? H2O എന്ന് പറഞ്ഞാൽ വൈറ്റാ, വെള്ളമാണ് അല്ലേ?
ദെൻ 12C എന്ന് പറഞ്ഞാൽ കാർബൺ, കരി അല്ലെങ്കിൽ ചാർക്കോൾ. അപ്പോൾ ഇവിടെ എന്താണ് ബ്ലാക്ക് സബ്സ്റ്റൻസ്? കാർബൺ ആണ് 12C. വിച്ച് പ്രോപ്പർട്ടി ഓഫ് കോൺസെൻട്രേറ്റഡ് H2SO4 is shown here? സൾഫ്യൂരിക് ആസിഡിന്റെ ഏത് പ്രോപ്പർട്ടി അവിടെ കാണിക്കുന്നത്? വാട്ടറിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ, നിർജ്ജലീകരണ ഗുണം. ഏത് പ്രോപ്പർട്ടിയാ? ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ അല്ലെങ്കിൽ നിർജ്ജലീകരണ ഗുണം. Then next question number 8. Molten NaCl, molten sodium chloride and aqueous sodium chloride solution are electrolyzed separately. Which substance obtained at anode in both case? What is the energy change takes place in electrolytic cell? രണ്ട് സന്ദർഭങ്ങളിലും ആനോഡിൽ ലഭിക്കുന്ന പദാർത്ഥം ഏത്? വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ത്? നമുക്ക് അത് ഒരു ടേബിൾ ആയിട്ട് തന്നെ ഓർത്തിരിക്കണം. ഒന്ന് മോൾട്ടൺ NaCl ആണ് അവർ പറഞ്ഞത്, അതായത് ഉരുകിയ NaCl. രണ്ടാമത്തത് അക്വസ് NaCl ആണ് പറഞ്ഞത്, അതായത് NaCl ലായനി. ഇതിൽ രണ്ടിലും ആനോഡിലും കാഥോഡിലും കിട്ടുന്ന പദാർത്ഥങ്ങൾ ഇലക്ട്രോളിസിസിൽ. അപ്പോൾ നമുക്ക് ആനോഡിൽ എന്താ കിട്ടുക? രണ്ടിലും ആനോഡിലും കാഥോഡിലും കിട്ടുന്ന പ്രൊഡക്റ്റാണ് നമ്മൾ എഴുതേണ്ടത്. ആനോഡിൽ മോൾട്ടൺ NaCl ആണെങ്കിലും NaCl സൊല്യൂഷൻ ആണെങ്കിലും രണ്ടിലും ആനോഡിൽ കിട്ടൽ ആരെയാണ്? Cl2, ക്ലോറിനെയാണ് ആനോഡിൽ കിട്ടുക. ദെൻ കാഥോഡിൽ ആരെ കിട്ടുക വെച്ചാൽ മോൾട്ടൺ NaCl ആണെങ്കിൽ NAയും സൊല്യൂഷൻ ആണെങ്കിൽ H2 ആണ് കാഥോഡിൽ കിട്ടുക. ഈ ടേബിൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതായത് മോൾട്ടൺ NaCl ആനോഡിൽ Cl2, കാഥോഡിൽ Na, സൊല്യൂഷൻ ആകുമ്പോൾ ആനോഡിൽ Cl2, കാഥോഡിൽ H2. അപ്പോൾ രണ്ടിലും മോൾട്ടൺ NaCലും NaCl സൊല്യൂഷൻ രണ്ടിലും ആനോഡിൽ ആരെ കിട്ടുക? ആനോഡിൽ Cl2 ആണ് കിട്ടുക. കാഥോഡിലുള്ള ആൾ മാത്രമേ വ്യത്യാസം വരുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചത്? വിച്ച് ഈസ് ദ സബ്സ്റ്റൻസ് ഒബ്റ്റൈൻഡ് ഇൻ ദ ആനോഡ് ഇൻ ബോത്ത് സെൽ? ഏതാ കിട്ടുക? Cl2, ക്ലോറിൻ. ദെൻ which is the energy change takes place in electrolytic cell? ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്താ? ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി, അതായത് വൈദ്യുതോർജ്ജം രാസോർജ്ജമായി മാറുക ചെയ്യുക. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം SSLC എക്സാമിന് 18th ക്വസ്റ്റ്യൻ ആയി ചോദിച്ചിട്ടുണ്ട്, ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്താ? അവിടെ എന്താ സംഭവിക്കുന്നത്? കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി, അതായത് രാസോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുകയാണ് ചെയ്യുന്നത്. ദെൻ calcination and roasting are two methods of conversion of concentrated ore into its oxide. സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കി മാറ്റുന്നതിനുള്ള രണ്ട് മാർഗ്ഗങ്ങളാണ് കാൽസിനേഷനും റോസ്റ്റിംഗും. How does roasting differ from calcination? Cu2 ore is converted to Cu2O by dash process. കാൽസിനേഷനിൽ നിന്ന് റോസ്റ്റിംഗ് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? Cu2S നെ Cu2O ആക്കി മാറ്റുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? നമുക്ക് സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കി മാറ്റാനുള്ള രണ്ട് മെത്തേഡാണ് കാൽസിനേഷനും റോസ്റ്റിംഗും, അല്ലെ? കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ്, ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചത്. അതായത് സ്ഥിരമായിട്ട് SSLC ഹാഫ് ഇയർലി എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ്. ഈ എക്സാമിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ എന്താ ഡിഫറൻസ്? കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് ഇൻ ആബ്സെൻസ് ഓഫ് എയർ, വായുവിന്റെ അസാന്നിധ്യത്തിൽ. ക്യാൻസലേഷൻ ഓർത്തിരുന്നാൽ മതി. വായുവിന്റെ അസാന്നിധ്യത്തിൽ ഹീറ്റ് ചെയ്യുന്നതിനാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്, ഹീറ്റിംഗ് ഇൻ ആബ്സെൻസ് ഓഫ് എയർ. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഹീറ്റിംഗ് ഇൻ പ്രസൻസ് ഓഫ് എയർ, വായുവിന്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുക. ഇനി ഈ രണ്ട് രീതിയിലും ചൂടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഹീറ്റിംഗ് ദ കോൺസെൻട്രേറ്റഡ് ഓർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. ദ്രവണാങ്കത്തേക്കാൾ താഴ്ന്ന താപനിലയിലാണ് രണ്ടിലും ചൂടാക്കുക. അപ്പോൾ രണ്ടും തമ്മിലുള്ള സിമിലാരിറ്റിയും ഡിഫറൻസും ഇൻ കേസ് ചോദിക്കുകയാണെങ്കിൽ കാൽസിനേഷനും റോസ്റ്റിംഗും തമ്മിലുള്ള സിമിലാരിറ്റി എന്താണെന്ന് വെച്ചാൽ ഹീറ്റിംഗ് ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്, ദ്രവണാങ്കത്തേക്കാൾ താഴ്ന്ന താപനിലയിലാണ് രണ്ടിലും ചൂടാക്കുക. ദെൻ ഡിഫറൻസ് എന്താ? കാൽസിനേഷൻ ഇൻ ആബ്സെൻസ് ഓഫ് എയർ, വായുവിന്റെ അസാന്നിധ്യത്തിൽ. റോസ്റ്റിംഗ് ഇൻ പ്രസൻസ് ഓഫ് എയർ, അതാണ് അതിന്റെ ഡിഫറൻസ് വരുന്നത്. ദെൻ Cu2S ഈസ് കൺവേർട്ടഡ് ടു Cu2O ബൈ ഡാഷ് പ്രോസസ്സ്. നമുക്ക് അത് ഓർത്തിരിക്കേണ്ടത് സൾഫൈഡ് ഓർ ആണെങ്കിൽ, സൾഫർ അടങ്ങിയ ഓർ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് റോസ്റ്റിംഗ് ആണ്. ഓർത്തിരിക്കുക, സൾഫർ അടങ്ങിയ സൾഫൈഡ് ഓർ ആണെങ്കിൽ റോസ്റ്റിംഗ്, കാർബൺ അടങ്ങിയ കാർബണേറ്റ് ഓർ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കാൽസിനേഷൻ. അപ്പോൾ കാർബണേറ്റ് കാൽസിനേഷൻ അത് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ സൾഫർ അടങ്ങിയ ഓറാണെങ്കിൽ റോസ്റ്റിംഗ്, കാർബൺ അടങ്ങിയ ഓറാണെങ്കിൽ കാൽസിനേഷൻ. ഇവിടെ ഏതാ? Cu2S എന്ന് പറഞ്ഞാൽ സൾഫർ അല്ലേ ഉള്ളത്, അപ്പോൾ അതിന് റോസ്റ്റിംഗ് ചെയ്യാം. ഇനിയിപ്പോൾ ZnCO3 എന്ന് അവർ ചോദിച്ചാലോ? CO3 എന്ന് പറഞ്ഞാൽ കാർബണേറ്റ് ആണ്, അപ്പോൾ അതിനെന്ത് ചെയ്യുക? കാൽസിനേഷൻ ചെയ്യുക. അപ്പോൾ സൾഫർ അടങ്ങിയ ഓറാണെങ്കിൽ റോസ്റ്റിംഗ് ചെയ്യുക, അതേപോലെ കാർബണേറ്റ് ഓറാണെങ്കിൽ അതിനെന്ത് ചെയ്യുക? കാൽസിനേഷൻ ചെയ്യാന്നാണ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 10. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദി ഫോളോയിങ്. അതായത് താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളുടെ ഘടനാവാക്യങ്ങൾ എഴുതുക. ഏതൊക്കെയാ? Pent2YNE But1ene, അല്ലേ? Pent2YNE. നോക്ക്, പെന്റ് എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ആറ്റാ? 5 കാർബൺ ആറ്റം. അപ്പോൾ 5 കാർബൺ ആറ്റത്തിന്റെ കോമ്പിനേഷൻ എഴുതാം. തുടക്കത്തിൽ CH3 വരണം, അവസാനം CH3 വരണം, ബാക്കിയൊക്കെ CH2.
അല്ലേ? CH അത് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ എഴുതാം. ഇനി 5 കാർബൺ ആറ്റായി. രണ്ടാമത്തെ സ്ഥാനത്ത് YNE ട്രിപ്പിൾ ബോണ്ട് ഉണ്ട് എന്നാ പറഞ്ഞത്. അപ്പോൾ ഒന്ന് രണ്ടാമത്തെ സ്ഥാനത്ത് ട്രിപ്പിൾ ബോണ്ട് ഒരു വര വരയ്ക്കുക. ബോണ്ട് വരയ്ക്കുമ്പോഴുള്ള ബന്ധനം വരയ്ക്കുമ്പോഴുള്ള റൂൾ എന്താ? അതിന്റെ ആ വരച്ച വരന്റെ മുന്നിന്നും പുറകുന്നും ഓരോ ഹൈഡ്രജൻ ആറ്റം ഒരു പെയർ ഹൈഡ്രജൻ ആറ്റം കളയണം. ഇവിടെ ഒരു ബോണ്ട് വരയ്ക്കാം. മുന്നിൽ ഹൈഡ്രജൻ ആറ്റത്തെ കളയാം. CH2 എന്ന ഹൈഡ്രജൻ ആറ്റത്തെ കളഞ്ഞാൽ CH, പുറകില് CH2 എന്ന ഹൈഡ്രജൻ ആറ്റത്തെ കളഞ്ഞാൽ CH1 എഴുതൂല, അപ്പൊ CH. ഓക്കെ, ഇനി ഡബിൾ ബോണ്ട് ആയി. ട്രിപ്പിൾ ബോണ്ട് അവർ പറഞ്ഞത് YNE ആണ്. അടുത്ത വര വരയ്ക്കുക. മുന്നിൽ ഹൈഡ്രജൻ ആറ്റത്തെ കളയുക C, പുറകുന്ന ഹൈഡ്രജൻ ആറ്റത്തെ കളയുക C. ആൻസർ ആയി. അടുത്ത എന്താ ചോദിച്ചത്? ബ്യൂട്ട് 1ene അല്ലേ? യെസ്, ബ്യൂട്ട് 1e. ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ആറ്റം? 4 കാർബൺ ആറ്റം. അപ്പൊ അതിന്റെ കോമ്പിനേഷൻ എഴുതാം. CH3 CH2 CH2 CH3. എത്രാമത്തെ സ്ഥാനത്താ? ENE ഡബിൾ ബോണ്ട് ഒന്നാമത്തെ സ്ഥാനത്ത്. അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട് മതി. ഒരു വരട് വരയ്ക്കുക. മുന്നിൽ നിന്ന് ഹൈഡ്രജനെ കളയാ. CH2 എന്ന ഹൈഡ്രജനെ കളഞ്ഞാൽ CH, പുറകുന്ന് CH3 എന്ന ഹൈഡ്രജനെ കളഞ്ഞാലോ CH2. ആൻസർ ആയി. ഇപ്പൊ രണ്ടിന്റെയും സ്ട്രക്ചർ ആയി. അപ്പോൾ ഇവിടെ ബോണ്ട് വരയ്ക്കുമ്പോഴുള്ള റൂൾ എന്താണെന്ന് വെച്ചാൽ എവിടെയാണോ ഏത് കാർബൺ ആറ്റങ്ങൾക്കിടയിലാണോ ബോണ്ട് വരയ്ക്കുന്നത് ആ കാർബണിന്റെ മുന്നിന്നും പുറകുന്നും എന്ത് ചെയ്യുക? ഓരോ ഹൈഡ്രജൻ വീതം റിമൂവ് ചെയ്യുക, കളയുക എന്നർത്ഥം. ദെൻ അപ്പോൾ 2 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. വിച്ച് ആർ ദ മെറ്റൽസ് റിക്വയർഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ ഇൻ ലബോറട്ടറി? പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മിക്കുന്നതിന് ആവശ്യമായ രാസവസ്തുക്കൾ ഏതെല്ലാം? വിച്ച് ഈസ് ദ ഡ്രൈയിങ് ഏജന്റ് യൂസ് ടു റിമൂവ് മോയ്സ്ചർ ഫ്രം അമോണിയ? അമോണിയ ഈർപ്പരഹിതമാക്കാൻ ഉപയോഗിക്കുന്ന ശോഷകാരകം ഏത്? ദെൻ വാട്ട് ചേഞ്ച് ഡു യു ഒബ്സർവ് വെൻ റെഡ് ലിറ്റ്മസ് പേപ്പർ ഇസ് ഷോൺ ഓവർ അമോണിയ ഗ്യാസ്? വിച്ച് പ്രോപ്പർട്ടി ഓഫ് അമോണിയ ഇസ് ഷോൺ ഹിയർ? അമോണിയ വാതകത്തിന് മീതെ നനഞ്ഞ ചുവന്ന ലിറ്റ്മസ് പേപ്പർ കാണിച്ചാൽ എന്ത് നിരീക്ഷിക്കാം? അമോണിയയുടെ ഏത് ഗുണമാണ് ഇവിടെ പ്രകടമാകുന്നത്? നോക്ക്, ഈ വലിയ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ കാണുന്നില്ലെങ്കിൽ പല കുട്ടികളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ക്രീനിൽ ഒന്നായിട്ട് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. പോസ് ചെയ്യുക, എന്ത് ചെയ്യുക, എന്നിട്ട് സൂം ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, സ്വന്തമായിട്ട് ആൻസർ അറിയാൻ നോക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ എക്സ്പ്ലനേഷന് അതിൻ്റെ നോക്കുക. ആ രീതിയിലാണ് ചെയ്യേണ്ടത്. നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുക, അല്ലാതെ ഫുള്ള് ഇരുന്നിട്ട് കാണുക എന്നുള്ളതല്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, സ്വന്തമായിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. സോ ഒന്നാമത്തെ, വിച്ച് ആർ ദ കെമിക്കൽ റിക്വയർഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ ഇൻ ലബോറട്ടറി? ലബോറട്ടറിയിൽ അമോണിയ നിർമ്മിക്കാൻ ആവശ്യമായ രാസവസ്തുക്കൾ ഏതൊക്കെയാ? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും. അമോണിയം ക്ലോറൈഡ് NH4Cl, പിന്നെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH ട്വൈസ്. ഇതാണ് എ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരിക. ഇനി ബി, വിച്ച് ഈസ് ദ ഡ്രൈയിങ് ഏജന്റ് യൂസ്ഡ് ടു റിമൂവ് മോയ്സ്ചർ ഫ്രം അമോണിയ? അമോണിയ വാതകത്തിൽ അല്ലെങ്കിൽ അമോണിയയിൽ നിന്ന് ഈർപ്പത്തെ ആഗിരണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ശോഷകാരക ഏതാ? നീറ്റ് കക്ക CaO, ക്യുക്ക് ലൈം അല്ലെങ്കിൽ നീറ്റ് കക്ക എന്ന് പറയും അല്ലേ? അപ്പോൾ എന്താ ഡ്രൈയിങ് ഏജന്റ് ശോഷകാരകം എന്ന് പറഞ്ഞാൽ വാതകത്തിലെ ഈർപ്പത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള പദാർത്ഥം. ദ സബ്സ്റ്റൻസ് വിച്ച് അബ്സോർബ് മോയ്സ്ചർ ഫ്രം എ ഗ്യാസ്. ദെൻ ഒരു അമോണിയ വാതകത്തിന് മീതെ വെറ്റ് റെഡ് ലിറ്റ്മസ് പേപ്പർ, നനഞ്ഞ ചുവന്ന ലിറ്റ്മസ് പേപ്പർ കാണിച്ചാൽ എന്തായിട്ട് മാറും? ഒബ്വിയസ്ലി ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ എന്തായിട്ട് മാറും? ബ്ലൂ ആയിട്ട് മാറും. ചേഞ്ചസ് ടു ബ്ലൂ. ഓക്കെ, നീല നിറമായി കാണുന്നു അല്ലെങ്കിൽ മാറുന്നു. അതിനുള്ള കാരണം എന്താ? അമോണിയയുടെ ഏത് സ്വഭാവമാണ് അവിടെ കാണിക്കുന്നത്? അമോണിയയുടെ ബേസിക് നേച്ചർ അല്ലെ? അമോണിയയുടെ ബേസിക സ്വഭാവം, ആൽക്കലി സ്വഭാവമാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ 3 ക്വസ്റ്റ്യൻ്റെ ആൻസറും പറഞ്ഞു. ദെൻ അവരൊരു ഹോമലോഗസ് സീരീസ് തന്നിട്ടുണ്ട്. C2H2 C4H6 are the successive members of homologous series. Then write the molecular formula of the compound A. Aയുടെ തന്മാത്രാ സൂത്രം എഴുതുക. What is the difference between number of carbon atom and hydrogen atom in any two successive member? കാർബൺ ഹൈഡ്രജൻ ആറ്റങ്ങളുള്ള എണ്ണത്തിലുള്ള വ്യത്യാസം അടുത്തടുത്ത ആളുകൾ തമ്മിൽ. To which category does this homologous series belong? ഇത് ഏതാണ് കാറ്റഗറി? ആൽക്കൈൻ ആണോ, ആൽക്കീൻ ആണോ, ആൽക്കൈൻ ആണോ? നോക്ക്, C2H2 പിന്നെന്താ തന്നത്? C4H6. നമുക്കറിയാം ഹോമലോഗസ് സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓർഗാനിക്കിൽ തൊട്ടടുത്ത ആളുകൾ തമ്മിൽ സക്സസീവ് മെമ്പേഴ്സ് തമ്മിൽ CH2ന്റെ ഡിഫറൻസ് ഉള്ളതാണ് ഹോമലോഗസ് സീരീസ്. അപ്പോൾ C2H2നോട് ഒരു CH2 കൂട്ടിയാലാണ് അടുത്ത കിട്ടുക. അപ്പോൾ ഏയുടെ ആൻസർ എന്താ വരിക? C2H2നോട് ഒരു CH2 കൂട്ടുക. അപ്പോൾ എന്താ പറയുക? C3H4. CH2 ആണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനോട് ഒരു CH2 കൂട്ടിയാൽ C4H6. അടുത്തടുത്ത ആളുകൾ തമ്മിൽ CH2ന്റെ ഡിഫറൻസ് ഉണ്ടാവുക. ബി ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. കാർബൺ ഹൈഡ്രജൻ ആറ്റത്തിന്റെ വ്യത്യാസം എത്രയാ? CH2ന്റെ ഡിഫറൻസ്. ദെൻ സി ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ഇത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? ആൽക്കൈൻ ആണോ, ആൽക്കീൻ ആണോ, ആൽക്കൈൻ ആണോ? ഇത് നോക്കുക. കാർബൺ ആറ്റത്തിന്റെ നേരെ ഇരട്ടി എണ്ണം ഹൈഡ്രജൻ ആറ്റാണെങ്കിൽ നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് പറഞ്ഞിരുന്നു 6ാമത്തെ ചാപ്റ്ററിൽ. കാർബൺ ആറ്റത്തിന്റെ നേരെ ഇരട്ടി എണ്ണം ഹൈഡ്രജൻ, ഇവിടെ 3 ആണ്, അതിന്റെ ഇരട്ടി 6 ഹൈഡ്രജൻ ആറ്റാണ് ആൽക്കീൻ. ഈ ഇരട്ടി ആൽക്കീൻ. ഓക്കെ, നേരെ ഇരട്ടിയാണ് ആൽക്കീൻ, ഇത് ഇരട്ടിയല്ല. ഇനി ഇരട്ടിയേക്കാൾ കൂടുതലാണെങ്കിലോ?
ആൽക്കെയിൻ ANE. ഓക്കെ, അതുമല്ല, കൂടുതലുമല്ല. ഇനി ഇരട്ടിയേക്കാൾ കുറവാണെങ്കിലോ ആൽക്കൈൻ YNE. അപ്പോൾ ഇവിടെ ഏതാ ആൻസർ വരിക? ആൽക്കൈൻ. കാർബൺ 3 അതിന്റെ ഇരട്ടി 6, അതിനേക്കാളും കുറവല്ലേ ഉള്ളത്. സോ ദ ആൻസർ വിൽ ബി ആൽക്കൈൻ YNE എന്നുള്ളതാണ് ആൻസർ വരിക. ദെൻ 12ാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13. ഗോൾഡ് ഈസ് കോട്ടഡ് ഓവർ കോപ്പർ സ്പൂൺ ബൈ ഇലക്ട്രോളിസിസ്. വൈദ്യുത വിശ്ലേഷണം ബൈ കോപ്പർ സ്പൂണിൽ സ്വർണം പൂശുന്നു. നെയിം ദിസ് പ്രോസസ്. ഈ പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു? വിച്ച് മെറ്റൽ ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി. ബാറ്ററിയുടെ പോസിറ്റീവ് ധ്രുവവുമായി ബന്ധിപ്പിക്കുന്ന ലോഹമേത്? വിച്ച് ഈസ് ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഹിയർ. ഇവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റിന്റെ പേരെന്ത്? നോക്ക്, സ്വർണം കോപ്പർമലാണ് കോട്ട് ചെയ്യുന്നത്. നെയിം ദിസ് പ്രോസസ്. ഒരു ലോഹത്തിന്റെ മുകളിൽ മറ്റൊരു ലോഹം വൈദ്യുതി ഉപയോഗിച്ച് കോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇലക്ട്രോ പ്ലേറ്റിംഗ്, വൈദ്യുത ലേപനം എന്ന് പറയാം. കോട്ടിംഗ് വൺ മെറ്റൽ ഓവർ അനദർ മെറ്റൽ, അതിനാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ്, വൈദ്യുത ലേപനം. അപ്പൊ എയുടെ ആൻസർ ഇലക്ട്രോ പ്ലേറ്റിംഗ്, വൈദ്യുത ലേപനം. ദെൻ ബി, വിച്ച് മെറ്റൽ ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യുന്ന ആരാണോ കൊടുക്കുന്നത് അയാൾ പോസിറ്റീവ്, ആരാണോ വാങ്ങുന്നത് അയാൾ നെഗറ്റീവ്. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? കൊടുക്കുന്ന ആൾ പോസിറ്റീവ്, അയാൾക്ക് ഒരു ക്രെഡിറ്റാ, വാങ്ങുന്ന ആൾക്ക് കുറച്ചിലല്ലാത്തതുകൊണ്ടാണ്, സോ നെഗറ്റീവ്. അപ്പോൾ ഇവിടെ ആരാ കൊടുക്കുന്നത്? ഗോൾഡ് ആണ് കൊടുക്കുന്നത്. ആർക്കാ കൊടുക്കുന്നത്? കോപ്പറിനാണ് കൊടുക്കുന്നത്. അപ്പോൾ പോസിറ്റീവിൽ ആരെയെ കണക്ട് ചെയ്യുക? ഗോൾഡിനെ. വാങ്ങുന്ന ആൾ നെഗറ്റീവിനെ, കോപ്പറിനെ എവിടെ കണക്ട് ചെയ്യും? നെഗറ്റീവിൽ. അപ്പോൾ ഇവിടെ ആൻസർ പോസിറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യുന്നത് ഗോൾഡ് ആണ്, സ്വർണ്ണമാണ്. ഇനി ഇവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റിന്റെ പേരെന്ത്? അതായത് സ്വർണത്തിന്റെ കേസിൽ ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സ്വർണ്ണമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഗോൾഡ് സയനൈഡും സോഡിയം സയനൈഡുമാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഗോൾഡ് സയനൈഡും സോഡിയം സയനൈഡും ആണ് സ്വർണത്തിന്റെ കേസിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. കോപ്പറാണ് കോപ്പർ സൾഫേറ്റ്, സിങ്ക് ആണ് സെൻറ്റസൻ സോഫർ. അതേപോലെ ഗോൾഡ് ആകുമ്പോൾ 2 ഉണ്ട്, ഗോൾഡ് സയനൈഡും സോഡിയം സയനൈഡും. യെസ്, 13ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഇനി 14ാമത്തെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്യണം. ഓർ പാർട്ടിക്കുലർ ലൈറ്റർ ദാൻ ഇമ്പ്യൂരിറ്റി. അയിരിന് അപദ്രവ്യത്തെക്കാൾ സാന്ദ്രത കുറവ്, അതായത് അയിരിന് ഡെൻസിറ്റി കുറവും മാലിന്യങ്ങൾക്ക്, അപദ്രവ്യം എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങൾക്ക് ഡെൻസിറ്റി കൂടുതലും അല്ലേ. അപ്പൊ ഏത് മെത്തേഡ് ഉപയോഗിക്കാം? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, പ്ലവന പ്രക്രിയ പഠിച്ചിട്ടുണ്ട്. ദെൻ ഓർ പാർട്ടിക്കിൾസ് ആർ ഹെവിയർ ദാൻ ഇമ്പ്യൂരിറ്റി. അയിരിന് അപദ്രവ്യത്തെക്കാൾ സാന്ദ്രത കൂടുതൽ, അയിരിനാണ് സാന്ദ്രത കൂടുതൽ. അപ്പൊ ഏത് പ്രക്രിയ? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക, ഹൈഡ്രോളിക് വാഷിംഗ് അല്ലെങ്കിൽ ലെവിഗേഷൻ. ദെൻ അയിരും മാലിന്യവും ഒരേ ലായകത്തിൽ ലയിക്കുന്നില്ല. ഓർ ആൻഡ് ഇമ്പ്യൂരിറ്റി ഡസ് നോട്ട് ഡിസോൾവ് ആൻഡ് ഡു നോട്ട് ഡിസോൾവ് ഇൻ ദ സെയിം സോൾവെന്റ്. സോൾവെന്റ് ഡിസോൾവ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട, അത് എന്തായിരിക്കും? ലീച്ചിങ് ആയിരിക്കും. അപ്പോൾ ABC 3 ക്വസ്റ്റ്യൻ ആൻസറും പറഞ്ഞു. ദെൻ 15th ക്വസ്റ്റ്യൻ, ദ സ്ട്രക്ചർ ഓഫ് എൻ അലിസൈക്ലിക് ഹൈഡ്രോകാർബൺ. ഒരു അലിസൈക്ലിക് സംയുക്തം തന്നിട്ടുണ്ട്. റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല. മോളിക്കുലാർ ഫോർമുല എന്താണ് വരുന്നത്? 3 കാർബൺ ആറ്റം ലയിലുള്ളത് C3. എത്ര ഹൈഡ്രജൻ ആറ്റ? H6. മോളിക്കുലാർ ഫോർമുല കിട്ടി, A ക്വസ്റ്റ്യൻ ആൻസർ ആയി. റൈറ്റ് ദ UPSC നെയിം. 3 കാർബൺ ആറ്റം ആകുമ്പോൾ പ്രൊപ്പൈനാ. അപ്പോൾ സൈക്ലിക് ഫോർമാറ്റിലാകുമ്പോൾ സൈക്ലോപ്രൊപ്പെയിൻ. സിമ്പിൾ, സൈക്ലോപ്രൊപ്പെയിൻ. ദെൻ റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺ ഹാവിംഗ് സെയിം മോളിക്കുലാർ ഫോർമുല. ഇതിന്റെ ഇതേ മോളിക്കുലാർ ഫോർമുല ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺ എഴുതുക. സിമ്പിൾ ആണ്. എങ്ങനെ ചെയ്യുക? എത്ര കാർബൺ ആറ്റം ഉള്ളത് നോക്കുക? 3 എണ്ണം. ആ 3 കാർബൺ ആറ്റം ഉള്ളതിന്റെ കോമ്പിനേഷൻ എഴുതുക. CH3 ഓപ്പൺ ചെയിൻ, CH2 CH3. ഇനി 3 കാർബൺ ആറ്റായി. ഹൈഡ്രജൻ ഇവിടെ എത്ര എണ്ണമായി? 3ഉം 2ഉം 5, 5ഉം 3ഉം 8. പക്ഷെ ഇവിടെ എത്ര എണ്ണം മതി? 6 എണ്ണം മതി. 2 ഹൈഡ്രജനെ കുറയ്ക്കണം. വെറുതെ അങ്ങോട്ട് കുറയ്ക്കാൻ പറ്റില്ല. ഹൈഡ്രജനെ കുറയ്ക്കാനുള്ള മാർഗ്ഗം എത്രയേ ഉള്ളൂ? അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ബോണ്ട് അങ്ങോട്ട് കൊടുത്താൽ ഡബിൾ ബോണ്ട് ആക്കിയാൽ മതി. ഒരു ബോണ്ട് കൊടുക്കുമ്പോൾ മുന്നിന്നും പുറകുന്നും 2 ഹൈഡ്രജനെ കളയണ്ടേ? അപ്പൊ നമ്മൾ ആൻസർ കിട്ടും ചെയ്യും. അപ്പൊ ഇവിടെ ഞാനൊരു ബോണ്ടാണ് കൊടുത്തു. അപ്പൊ മുന്നൊരു ഹൈഡ്രജനെ കളയുക. CH2 എന്നൊരു ഹൈഡ്രജനെ കളഞ്ഞാൽ CH, പുറകില് CH3 എന്നൊരു ഹൈഡ്രജനെ കളഞ്ഞാൽ എന്താ ഉണ്ടാവുക? CH2. അപ്പൊ ആൻസർ ആയി. അപ്പൊ ഏതൊരു അലിസൈക്ലിക് കോമ്പൗണ്ടിനെയും ഓപ്പൺ ചെയിനിലേക്ക് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? അതിന്റെ ഇടയിൽ ഒരു ബോണ്ട് ആണ് കൊടുക്കുക. എത്ര കാർബൺ ആറ്റം ഉള്ളത് അതിന്റെ കോമ്പിനേഷൻ ചെയ്താൽ അതിന്റെ ഇടയിൽ എന്ത് ചെയ്യുക? ഒരു ബോണ്ട് അങ്ങോട്ട് കൊടുത്താൽ മതി. ഫൈൻ. 15. അപ്പോൾ 3 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻ പറഞ്ഞു, അതിൽ 4 എഴുതാൻ. സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞ ഒരു 20 മിനിറ്റ് കൊണ്ട് എഴുതാൻ പറ്റുന്ന എക്സാം ആണ് കെമിസ്ട്രി ഉണ്ടാവുക, നിങ്ങൾ പഠിച്ചാൽ. ഓക്കെ, യെസ്. നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് ഇത്രയും സമയം എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു 15-20 മിനിറ്റ് കൊണ്ട് കൂളായിട്ട് എഴുതിയെടുക്കാൻ പറ്റും. ദെൻ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഹേമറ്റൈറ്റ് ഈസ് കൺവേർട്ടഡ് ടു അയൺ ഇൻ ബ്ലാസ്റ്റ് ഫർണസ്. ബ്ലാസ്റ്റ് ഫർണസിൽ ഉപയോഗിച്ചിട്ടാണ് ഹേമറ്റൈറ്റിനെ അയൺ ആക്കി മാറ്റുന്നത്. 4 ക്വസ്റ്റ്യൻ. ഒന്നാമത്, വാട്ട് ആർ ദ സബ്സ്റ്റൻസസ് ഫെഡ് ഇൻ ടു ബ്ലാസ്റ്റ് ഫർണസ് അലോങ് വിത്ത് ഹേമറ്റൈറ്റ്. ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഹേമറ്റൈറ്റിനൊപ്പം നിക്ഷേപിക്കുന്ന പദാർത്ഥങ്ങൾ ഏതെല്ലാം? വിച്ച് ഈസ് ദ മെയിൻ ഗ്യാങ് പ്രസന്റ് ഹേമറ്റൈറ്റ്. ഹേമറ്റൈറ്റിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഗ്യാങ് ഏത്? ദെൻ വിച്ച് കോമ്പൗണ്ട് ആക്ട് ആസ് റെഡ്യൂസിംഗ് ഏജന്റ് ഇൻ ദ ബ്ലാസ്റ്റ് ഫർണസ്. ബ്ലാസ്റ്റ് ഫർണസിൽ നിരോക്സീകാരിയായി പ്രവർത്തിക്കുന്ന സംയുക്തം ഏത്? ഹേമറ്റൈറ്റിന്റെ നിരോക്സീകരണ സമവാക്യം എഴുതുക. റൈറ്റ് ദ റിഡക്ഷൻ റിയാക്ഷൻ. ഇവിടെ ശ്രദ്ധിച്ച്,
ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഓറിന്റെ കൂടെ ഹേമറ്റൈറ്റിന്റെ കൂടെ ചേർക്കുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെയാ? CaCO3 കാർബൺ, CaCO3 കാൽഷ്യം കാർബണേറ്റ് ആൻഡ് കോക്ക് കാർബൺ, അതായത് ചുണ്ണാമ്പ് കല്ല്, പിന്നെ ലൈംസ്റ്റോണും കോക്കും, CaCO3 കോക്കും. Then which is the main gang present in hematite? ഹേമറ്റൈറ്റിലുള്ള മെയിൻ ഗ്യാങ് ഏതാ? SiO2 സിലിക്കയാണ് മെയിൻ ഗ്യാങ് എന്ന് പറയുന്നത്. Then which compound act as reducing agent? ബ്ലാസ്റ്റ് ഫർണസിന്റെ ഫ്ലോ ചാർട്ടിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് reducing agent ആയിട്ട് ആക്ട് ചെയ്യുന്ന സാധനമാണ് കാർബൺ മോണോക്സൈഡ് CO. Write the chemical equation showing reduction reaction of hematite. ബ്ലാസ്റ്റ് ഫർണസിലെ ഫ്ലോ ചാർട്ടിലെ ടേബിളിലെ ലാസ്റ്റ് റിയാക്ഷൻ Fe2O3 plus 3CO gives 2Fe plus 3CO2. അപ്പോൾ ഡൗട്ട് ഉള്ളവർ ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ SSLC റിവിഷൻ ക്ലാസ് ഉണ്ടാവും. ഓരോ ചാപ്റ്ററിന്റെയും 40 മിനിറ്റ്സിന്റെ അല്ലെ 30 മിനിറ്റ്സിന്റെ 45 മിനിറ്റ്സിന്റെ ഒക്കെ ക്രാഷ് റിവിഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ചില ഓർഗാനിക്കിലൊക്കെ ചില ഫോക്കസ് ഏരിയ പോർഷൻ ആണ്. അപ്പോൾ നിങ്ങൾ SSLC ആകുമ്പോഴേക്കും അതിന്റെ കംപ്ലീറ്റഡ് വേർഷൻസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 17, കുറച്ച് സ്റ്റേറ്റ്മെന്റ് അവർ തന്നിട്ടുണ്ട്. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയവുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നോക്ക്, ഫസ്റ്റ് വൺ, കെമിക്കൽ ഇക്വിലിബ്രിയം is static at molecular level. Both reactant and product are coexist. Their rate of forward and backward reaction are equal. Chemical equilibrium attained in open system. How does the following condition affect reversible reaction? More reactants are added, products are removed. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സന്തുലനാവസ്ഥയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന. ഒന്ന്, രാസസന്തുലനം തന്മാത്രാ തലത്തിൽ നിശ്ചലമാണ്. അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും സഹവർത്തിക്കുന്നു. പുരോപശ്ചാത് പ്രവർത്തനങ്ങളുടെ നിരക്ക് തുല്യമായിരിക്കും. തുറന്ന വ്യൂഹത്തിലാണ് രാസസന്തുലനം കൈവരിക്കുന്നത്. താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ ഒരു ഉഭയദിശ പ്രവർത്തനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? അഭികാരങ്ങൾ കൂടുതലായി ചേർക്കുന്നു, ഉൽപ്പന്നങ്ങൾ നീക്കം ചെയ്യുന്നു. സ്റ്റേറ്റ്മെന്റിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? കെമിക്കൽ ഇക്വിലിബ്രിയം ഈസ് സ്റ്റാറ്റിക് അറ്റ് മോളിക്കുലർ ലെവൽ. അതായത് രാസസന്തുലനം തന്മാത്രാ തലത്തിൽ നിശ്ചലമാണ്. ശരിയോ തെറ്റോ? അല്ല. രാസസന്തുലനം തന്മാത്രാ തലത്തിൽ എന്താണ്? ഗതികമാണ്. അതായത് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഈസ് ഡൈനാമിക് അറ്റ് മോളിക്കുലർ ലെവൽ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബോത്ത് റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ് ആർ കോ എക്സിസ്റ്റ്. അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും സഹവർത്തിക്കുന്നു. ശരിയല്ലേ? സന്തുലനാവസ്ഥയുടെ പ്രോപ്പർട്ടിയാണ്. പുരോപശ്ചാത് പ്രവർത്തനങ്ങളുടെ നിരക്ക് തുല്യമായിരിക്കും. ശരിയാണ്. ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ വിൽ ബി ദ സെയിം. സ്പീഡ്, റേറ്റ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ വിൽ ബി ദ സെയിം. അതന്നെയാണ് അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് വരുന്നത്. ശരിയാണ്. അപ്പൊ രണ്ടും മൂന്നും സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കെമിക്കൽ ഇക്വിലിബ്രിയം അറ്റൈൻഡ് ഇൻ ഓപ്പൺ സിസ്റ്റം. ശരിയാണോ? അല്ല. അല്ലേ? അപ്പോൾ ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് രണ്ടും മൂന്നുമാണ്. ദെൻ ഹൗ ഡസ് ദ ഫോളോയിങ് കണ്ടീഷൻ അഫക്ട് റിവേഴ്സിബിൾ റിയാക്ഷൻ? ഒന്ന്, മോർ റിയാക്ടൻസ് ആർ ആഡഡ്. കൂടുതൽ അഭികാരങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ റിവേഴ്സിബിൾ റിയാക്ഷന്റെ സ്പീഡിന് എന്താ സംഭവിക്കുക? അഭികാരങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ, അഭികാരങ്ങളുടെ ഗാഢത കൂട്ടിക്കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ വിൽ സ്പീഡ് അപ്പ്. പുരോപ്രവർത്തനം വേഗത്തിലാവുന്നു. ഞാൻ അവിടെ ഷോർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് സീസോ വെച്ചിട്ട്. അഭികാരങ്ങളുടെ ഗാഢത കൂട്ടിയ ഫോർവേഡ് റിയാക്ഷൻ, പുരോപ്രവർത്തനം വേഗത്തിലാവുന്നു. ഇനി ഉൽപ്പന്നങ്ങളുടെ ഗാഢത കുറയ്ക്കുക, അപ്പോഴും പുരോപ്രവർത്തനം, ഫോർവേഡ് റിയാക്ഷൻ സ്പീഡ് അപ്പ്. അപ്പൊ രണ്ടിന്റെ ആൻസറും പുരോപ്രവർത്തനം വേഗത്തിലാവുന്നു. ഫോർവേഡ് റിയാക്ഷൻ വിൽ സ്പീഡ് അപ്പ്. ഇനി 18th ക്വസ്റ്റ്യൻ, ഒരു ഗാൽവാനിക് സെല്ലിന്റെ ചിത്രം അവർ തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ മെറ്റൽസ് A and B. Which metal act as anode? Write the equation showing reduction reaction. Write direction of flow of electron. AB എന്ന ലോഹങ്ങൾ കണ്ടെത്തുക. ഏത് ലോഹമാണ് ആനോഡായി പ്രവർത്തിക്കുന്നത്? സെല്ലിൽ നടക്കുന്ന നിരോക്സീകരണ പ്രവർത്തനം സമവാക്യം എഴുതുക. ഇലക്ട്രോണിന്റെ പ്രഭാദിശ ഏതായിരിക്കും? നോക്ക്, അതിൽ നോക്കി FeSO4 സൊല്യൂഷൻ ആണ് ആദ്യത്തെ മെറ്റൽ, മറ്റേത് CuSO4 സൊല്യൂഷനിലാണ്. അപ്പൊ ഏത് സൊല്യൂഷനിലാണ് ഇട്ടത് അതിന്റെ മെറ്റൽ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ FeSO4 A എന്ന് പറയുന്ന മെറ്റൽ എന്തായിരിക്കും? Fe. CuSO4 B എന്ന് പറയുന്ന മെറ്റൽ എന്തായിരിക്കും? Cu. അപ്പൊ Aയുടെ ആൻസർ കിട്ടി. A Feയും അതേപോലെ B Cu. ഇനി വിച്ച് മെറ്റൽ ഈസ് ആക്ട് ആസ് ആനോഡ്? ഇതിലേത് ആനോഡായിട്ട് ആക്ട് ചെയ്യുക? റിയാക്ടിവിറ്റി കൂടുതലുള്ളത് അത് അവർ പറഞ്ഞിട്ടുണ്ട് Fe ആണ്. സോ Fe ആണ് ആനോഡായിട്ട്. എപ്പോഴും വലിയ ആൾ, റിയാക്ടിവിറ്റി കൂടിയ ആൾ ആനോഡും കുറഞ്ഞ ആള് കാഥോഡും. റൈറ്റ് ദ ഇക്വേഷൻ ഷോയിങ് റിഡക്ഷൻ റിയാക്ഷൻ ആണ് എവിടെ നടക്കുന്നതാ? കാഥോഡിൽ നടക്കുന്നതാ. കാഥോഡ് എന്ന് പറഞ്ഞാൽ Cu അല്ലേ? അപ്പൊ എന്താണ്? Cu2 plus 2 ഇലക്ട്രോൺ ഗീവ്സ് Cu. റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Cu2 plus Cu gives Cu2 plus 2 electron gives Cu. Then write the direction of flow of electron. ഇലക്ട്രോൺ പ്രവാഹ ദിശ എവിടുന്ന് എങ്ങോട്ടേക്കും? ഓൾവേസ് ഫ്രം ആനോഡ് ടു കാഥോഡ്. ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക്, അതായത് Fe to Cu ആയിരിക്കും. ദെൻ അടുത്തത് ഒരു ഫ്ലോ ചാർട്ട് അവർ തന്നിട്ടുണ്ട്. അതിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് അതിൽ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ പ്രോസസ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ, വ്യാവസായിക നിർമ്മാണത്തിന് പറയുന്ന പേരെന്താ? കോണ്ടാക്ട് പ്രോസസ്. ഓക്കെ. ദെൻ ഐഡന്റിഫൈ, അപ്പൊ അമോണിയന്റെ വ്യാവസായിക നിർമ്മാണം ഹേബർ പ്രോസസ്, ഹേബർ പ്രക്രിയ. ദെൻ ഐഡന്റിഫൈ എക്സ് ആൻഡ് വൈ. എക്സും വൈയും ഈ റിയാക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. S plus O2 എന്താ വരിക? SO2. അപ്പൊ എക്സ് കിട്ടി, SO2.
ദെൻ SO2 പ്ലസ് O2 SO3 അവർ തന്നിട്ടുണ്ട്. SO3 പ്ലസ് H2SO4 എന്താ H2S2O7 ഉലിയം അല്ലെ, H2S2O7. അപ്പൊ X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SO2, Y എന്ന് പറഞ്ഞാൽ H2S2O7 ഉലിയം എന്ന് പറഞ്ഞ പദാർത്ഥം. ദെൻ which is the catalyst used in this process? ഇവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഏതാ? V2O5 വനേഡിയം പെന്റോക്സൈഡ്, V2O5 എന്ന് പറയുന്ന കാറ്റലിസ്റ്റ് ആണ് ഉപയോഗിക്കുക. Then which is the acid produced by the reaction of concentrated H2SO4 with KNO3? സൾഫ്യൂരിക് ആസിഡിന്റെ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. റിയാക്ഷൻ വിത്ത് സാൾട്ട്, അതായത് ഏതൊരു നൈട്രേറ്റ് സാൾട്ടുമായിട്ടും H2SO4 റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആസിഡ് എന്തായിരിക്കും? HNO3 നൈട്രിക് ആസിഡ് ആയിരിക്കും കിട്ടുക. ഏതൊരു ക്ലോറൈഡ് സാൾട്ടുമായിട്ടും H2SO4 റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സാൾട്ട് എന്തായിരിക്കും? HCl ആയിരിക്കും. അപ്പോൾ ക്ലോറൈഡ് സാൾട്ടുമായാൽ HCl, നൈട്രേറ്റ് സാൾട്ടുമായാൽ HNO3. ക്ലോറൈഡ് അതിന്റെ മുമ്പിൽ ഒരു H കൊടുക്കുക, HCl. നൈട്രേറ്റ് സാൾട്ട് ആകുമ്പോൾ NO3ന്റെ മുമ്പിൽ ഒരു H കൊടുക്കുക, HNO3 നൈട്രിക് ആസിഡ്. അപ്പോൾ ഇവിടെ എന്താ? H2SO4 വിത്ത് KNO3, പൊട്ടാസ്യം നൈട്രേറ്റ്, നൈട്രേറ്റ് സാൾട്ടുമായിട്ടാണ്. അപ്പോൾ എന്താ കിട്ടുക? HNO3 നൈട്രിക് ആസിഡ്. ദെൻ 20th ക്വസ്റ്റ്യൻ, ഒരു ഹൈഡ്രോ കാർബണിന്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഹൗ മെനി കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിൻ? നെയിം ദ ബ്രാഞ്ച് പ്രസന്റ്, ഐഡന്റിഫൈ ദ പൊസിഷൻ നമ്പർ, റൈറ്റ് ദ IUPAC നെയിം. അതായത് മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്ര, ബ്രാഞ്ചിന്റെ ശാഖകളുടെ പേരെന്ത്, ശാഖകളുടെ സ്ഥാനസംഖ്യകൾ, സംയുക്തത്തിന്റെ IUPAC നാമം. ഹൈഡ്രോ കാർബണിന്റെ സ്ട്രക്ചർ ഞാൻ ബോർഡിൽ വരയ്ക്കാം. CH3, CH, CH2, CH3, CH2, CH, CH3, CH3. യെസ്, ഇതാണ് ഇതിൽ മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം. മെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ മെയിൻ ചെയിൻ ഏതാ? 1 2 3 4 5, 1 2 3 4 5 6. ഇതാണ് മുഖ്യ ചെയിൻ വരെ. ഒന്നുകിൽ ഇങ്ങനെ വരക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കാം. ഓക്കെ, സോ ഇത് രണ്ടുമാണ് ബ്രാഞ്ച് വരുന്നത് അല്ലേ. അപ്പോൾ മുഖ്യ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 5 6 കാർബൺ ആറ്റം. അപ്പോൾ എയുടെ ആൻസർ കിട്ടി 6. ഇനി ബി, നെയിം ദ ബ്രാഞ്ചസ് പ്രസന്റ്. ഏതാ ബ്രാഞ്ച്? ഇത് രണ്ടും അല്ലേ ബ്രാഞ്ച്. അതിന്റെ പേരെന്താ? മീഥൈൽ. ബ്രാഞ്ചിന്റെ പേര് കിട്ടി. ഐഡന്റിഫൈ ദ പൊസിഷൻ നമ്പർ. പൊസിഷൻ നമ്പർ നോക്ക്, ഒന്നിലധികം ബ്രാഞ്ച് ഉണ്ടാകുമ്പോൾ സം ഓഫ് പൊസിഷൻ നമ്പർ ലോവസ്റ്റ് വരണം. ഇവിടുന്ന് നമ്പർ കൊടുക്കുകയാണെങ്കിൽ 1 2 മൂന്നാമത്തെ സ്ഥാനത്തും 4 5 അഞ്ചാമത്തെ സ്ഥാനത്തുമാണ് വരിക. 3ഉം 5ാമത്തെ സ്ഥാനത്തുമാണ്. കൂട്ടിയാൽ 8 ആണ് കിട്ടുക. അവിടുന്ന് ഇങ്ങോട്ട് നമ്പർ കൊടുക്കുകയാണെങ്കിൽ 1 2ാമത്തെ സ്ഥാനത്തും 4ാമത്തെ സ്ഥാനത്തും വരിക. കൂട്ടിയാൽ 6 ആണ് കിട്ടുക. അപ്പോൾ ഏതാ ചെറുത്? 6 കിട്ടുന്ന രീതിയിലുള്ള നമ്പറിങ് അവിടുന്ന് ഇങ്ങോട്ട് കൊടുക്കുക, നമ്പർ കൊടുക്കുക. പരീക്ഷ പേപ്പറിൽ എഴുതുമ്പോൾ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാനുള്ള സാധ്യത കുറയും. അപ്പൊ നോക്ക്, എത്രാമത്തെ സ്ഥാനത്തൊക്കെ ശാഖകളിൽ? 2ലും 4ലും. അപ്പോൾ സിയുടെ ആൻസർ കിട്ടി 2,4. ഇനി റൈറ്റ് ദ IUPAC നെയിം. 2,4 ഹൈഫൺ ഡൈമീഥൈൽ. 2 ഉണ്ടാകുമ്പോൾ ഡൈമീഥൈൽ, 6 കാർബൺ ആറ്റാകുമ്പോൾ ഹെക്സെയിൻ. 24 ഡൈമീഥൈൽ ഹെക്സെയിൻ ആൻസറായി. അപ്പോൾ നമുക്ക് 20 ക്വസ്റ്റ്യനും, അതായത് 2022-23 ഹാഫ് ഇയർലി എക്സാമിന്റെ 20 ക്വസ്റ്റ്യനും, പ്രീവിയസ് എക്സാമിൽ 20. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഓരോ പാർട്ടിലും ഓരോ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓർ ക്വസ്റ്റ്യൻ ഒക്കെ അവസാനം എഴുതാം. തുടക്കം നിങ്ങൾക്ക് അറിയുന്ന എല്ലാം കമ്പൽസറി ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. മറ്റെന്താ, സമയം കിട്ടാതെ വരും. ഓർ ക്വസ്റ്റ്യൻ അവസാനം എഴുതിയാൽ മതി. ഇനി അതിൽ കൂടുതൽ മാർക്ക് കിട്ടുകയാണെങ്കിലും അതാണ് അവർ സെലക്ട് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് പ്ലാൻഡ് ആയിട്ട് ചെയ്യാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക, നോട്ടിലൊന്ന് എഴുതി നിങ്ങൾ ആൻസർ ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് എക്സ്പ്ലനേഷൻ ചെയ്ത് നോക്കുക. അല്ലാതെ വെറുതെ ഇങ്ങനെ കേട്ടിരിക്കരുത്. വീഡിയോ കാണുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം എക്സ്പ്ലനേഷൻ ചെയ്യുക. കിട്ടുകയാണെങ്കിൽ പിന്നെ എക്സ്പ്ലനേഷൻ്റെ അധികം ആവശ്യമില്ല, അടിച്ചു വിട്ട് പോയാൽ ഫാസ്റ്റ് അടിച്ചിട്ട് പോയാൽ അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, എക്സാം നന്നായിട്ട് എഴുതുക. ഡു വെൽ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.